കാണിക്കുന്നത്? നിങ്ങൾ അകത്ത് എന്നെ ഇങ്ങോട്ട് കടത്തരുന്ന് മാഡം പറഞ്ഞിട്ടുണ്ടോ? എന്നെ കടക്കാൻ തന്നെ വന്നേ. ഞാൻ അവരെ കണ്ടിട്ടേ പോവും. എന്നെ ആരെങ്കിലും തടയാൻ ശ്രമിച്ചാൽ അവനെ കൊല്ലും. എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ മാനേജറാണ്. വേണമെങ്കിൽ നിങ്ങൾ വന്ന വിവരം ഞാൻ മാഡത്തിനോട് പറയാം. താൻ പോയി പറയണ്ട, ഞാൻ ചെന്ന് അവരോട് പറഞ്ഞോളാം. അല്ല, ഒന്ന് പറഞ്ഞോട്ടെ. എന്റെ പിന്നാലെ വന്ന ഒരു തൊഴിൽ വെച്ച് തരും. പോയി കയറ്റി പോയി നിൽക്കണോ? ഇനി തന്നെ അവരുടെ പുറം ഞാൻ കണ്ടുപോയത്. പരമേശ്വരനും പാർവതി ഒന്നും വരില്ല. ഇങ്ങോട്ട് വന്നാൽ അയാളെ ഇതിനകത്തിട്ട് ഞാൻ തല്ലും. അങ്ങനെ സംഭവിച്ചാൽ അതിന് കാരണക്കാരി നിങ്ങളായിരിക്കും. ക്ഷണിച്ച് വരുത്തി അവമാനിച്ചെന്ന് പറഞ്ഞ് അധികാരത്തോടെ റിഹേഴ്സൽ നിർത്തിച്ചില്ലേ? എന്നെ തെറ്റുകാരനാക്കി എല്ലാ കുട്ടികളും ഇവിടുന്ന് പറഞ്ഞയച്ചില്ലേ? ഒന്നും പറയാതെ നിന്നത് നിങ്ങളെ പേടിച്ചിട്ടല്ല, നിങ്ങളെ ഓർത്ത് വേദനിച്ചിട്ടാ. ഇപ്പോഴും പറയുന്നു, ഞാൻ പറയുന്നത് സത്യമാണ്. വിശ്വാസമില്ലേ? എന്റെ കൂടെ വാ. അവന്റെ ചോരയുടെ നനവ് ഞാൻ കാണിച്ചു തരാം. പറഞ്ഞിട്ടേ പോകൂ. കേൾക്കണം, കേട്ടേ പറ്റൂ. നിങ്ങൾ ചതിയനാണ്. ചെയ്തു പോയ തെറ്റിന് മാപ്പ് പറഞ്ഞിട്ടും നിങ്ങൾ എന്നോട് പകരം വീട്ടുകയാണ്. ഒരവസരം കിട്ടിയപ്പോ എന്റെ സ്വന്തം ജീവിതം തന്നെ എനിക്ക് മുന്നിൽ നാടകമാക്കാൻ നിങ്ങൾ ശ്രമിച്ചു. എന്റെ പപ്പയെയും മഹേശ്വരനെയും വികൃത വേഷം കെട്ടിച്ച് നിർത്തി നിങ്ങൾ എന്നോട് പക തീർക്കുകയാണല്ലേ? ഞാനത് സമ്മതിക്കില്ല. പകയുണ്ടായിരുന്നെങ്കിൽ അത് തീർക്കാൻ വിശാൽ കൃഷ്ണമൂർത്തിക്ക് ഒരു നാടകത്തിന്റെ ആവശ്യമില്ല. ഒരിക്കൽ ഞാൻ നിങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞതാണ്. അതെല്ലാം നിങ്ങൾ മറന്നു. അലീന എന്ന് വിളിച്ചത് മറന്നു. അവന്റെ സംഗീതം കേട്ടത് മറന്നു. എന്നെ വിശ്വസിക്കാൻ ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട്. എന്നോട് കാണിച്ച തെറ്റിന് പക വീട്ടാനല്ല ഞാൻ വന്നത്. എന്നെ വരുത്തിയതാണ്. ആര് വരുത്തിയാലും എനിക്കൊന്നുമില്ല. നിങ്ങൾ ഇവിടുന്ന് പോണം. വരുത്തിയെന്ന് ഞാൻ പറയുന്നത് നിങ്ങളോ പ്രിൻസിപ്പൽ അച്ഛനോ അല്ല, മറ്റാരോ ആണ് എന്നെ ഇവിടേക്ക് വരുത്തിയത്. അല്ലെങ്കിൽ ആരാ എനിക്കിതൊക്കെ തോന്നിപ്പിക്കുന്നത്? ആരാ എന്നെ കൊണ്ട് ഇതെല്ലാം പറയിക്കുന്നത്? മരിച്ചുപോയി നിങ്ങളുടെ പപ്പയാണോ? അതോ നിങ്ങൾ കാത്തിരിക്കുന്ന മഹേശ്വരോ? പറയാ. ഞാൻ പറയുന്നു നിങ്ങൾ കാത്തിരിക്കുന്ന മഹേശ്വർ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. കേൾക്കണം. എന്നും തുടച്ച് വൃത്തിയാക്കുന്ന സപ്തസ്വര മണികളിച്ച് നോക്ക്. അവന്റെ കൈവിരലുകൾ വെട്ടിമാറ്റിയ കത്തിയുടെ പാട് നിങ്ങൾക്കത് കാണാം. പകരം വീട്ടാൻ പറയുന്നതല്ല. എന്നോ ഒരിക്കൽ അവൻ അനുഭവിച്ച വേദന അറിഞ്ഞു പറയുകയാണ്. അവന്റെ കൈവിരലുകൾ ആരോ മുറിച്ചു കളഞ്ഞു. ഇതുപോലുള്ള 3 or 4 വിരലുകൾ ഇല്ലാതെ മഹേശ്വർ എവിടെയോ മറിഞ്ഞു നിൽപ്പുണ്ട്. ഒന്നുകിൽ തിരിച്ചു വരാനുള്ള ആഗ്രഹത്തോടെ, അല്ലെങ്കിൽ തിരിച്ചു വരാൻ കഴിയാത്ത മറ്റേതോ സംഗീത ലോകത്തിൽ. എനിക്കത് ഉറപ്പാണ്. ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിരിക്കില്ല. അത് വെറും കഥ. നിങ്ങൾ ഉണ്ടാക്കിയ കഥ. ഞാൻ ഉണ്ടാക്കുന്ന കഥയല്ല മാഡം. എനിക്കാരോ പറഞ്ഞു തരുന്ന കഥ. എനിക്ക് സത്യമാണെന്ന് തോന്നുന്ന കഥ. എനിക്കത് കേൾക്കേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. നിങ്ങളോട് പറയേണ്ടി വരുന്നതിൽ വേദനയുണ്ട്. മഹേശ്വരനെ സ്നേഹിക്കുന്നതും കാത്തിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടം. വരുന്നതും വരാതിരിക്കുന്നതും അയാളുടെ ഇഷ്ടം. എനിക്കതൊന്നും അറിയണ്ട. പക്ഷെ എൻ്റെ പിന്നാലെയുള്ള ആരുടെയോ സഞ്ചാരം ഉണ്ടല്ലോ. നിങ്ങൾ എത്ര ബഹളം വെച്ചാലും ശരി, അത് കണ്ടുപിടിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല.